ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിപ്പാൻ ക്രിസ്തുവിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 49 വരെയുള്ള വചനഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് 6-ന്റെ 46 മുതൽ 49 വരെയുള്ള തിരുവചന ഭാഗം. ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഞാനൊന്നുകൂടെ ആ ചോദ്യം ആവർത്തിക്കാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഈ നോമ്പിൻ്റെ നാളുകളിൽ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. യേശുക്രിസ്തു നിങ്ങളോട് ഇന്ന് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ മുഖത്ത് നോക്കി യേശുക്രിസ്തു ഈ ചോദ്യം ചോദിക്കുകയാണ്. അതങ്ങനെ തന്നെ ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് ചോദിക്കുകയാണ്. നേരിട്ട് യേശുക്രിസ്തു ചോദിക്കുകയാണ്: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഈ ചോദ്യത്തിന് വല്ല ഉത്തരവും പറയാനുണ്ടോ? ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ഇന്ന് അനേക ആളുകൾ യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ക്രിസ്തു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്നെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തെന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ചെയ്യാത്തത് എന്ത്? അപ്പോൾ യേശുവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ചെയ്യാത്തത് എന്തെന്നല്ല പറയുന്നത്. ഈ ഒരു വാക്ക് ക്രിസ്തു ഇവിടെ ഉപയോഗിക്കുന്നതിനകത്ത് വളരെ പ്രസക്തിയുണ്ട്. നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ക്രിസ്തീയ രക്ഷയുടെ മാനദണ്ഡമായിട്ട് വചനം ഉപയോഗിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമാണ്. വിശുദ്ധ മാമോദീസ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അപ്പോൾ ഈ കർത്താവ് എന്ന് പറയുന്ന പദം ക്രിസ്തു ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചതിൻ്റെ പിന്നിൽ വളരെ കാര്യമായ അർത്ഥമുണ്ട്. എന്താണ് കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം? കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്തൃത്വം നടത്തുന്നവൻ എന്നാണല്ലോ. കർത്തൃത്വം നടത്തുന്നവനാണ് കർത്താവ്. അപ്പോൾ കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രിതാവായിട്ട് ഒരു വ്യക്തി പരിണമിക്കുന്നിടത്താണ് ആ വ്യക്തി എൻ്റെ കർത്താവായി മാറുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ 100% യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്രിസ്തുവാണ് എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി മാമോദീസ സ്വീകരിച്ച് ക്രിസ്തു സഭയിൽ അംഗമായി തീരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഓത്തെടുത്തുകൊണ്ടാണ്. ഈ ഒരു പ്രഖ്യാപനം ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടാണ്. എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് ഇന്നു മുതൽ യേശുക്രിസ്തുവാണ്. ആ ഒരു പ്രഖ്യാപനം സ്വന്തം ഹൃദയത്തിൽ നടത്തി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ വ്യക്തി കൃത്യമായി യേശുക്രിസ്തുവിനെ കർത്താവായ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് യേശുക്രിസ്തുവാണ് എൻ്റെ കർത്താവ്. എന്നിട്ടാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ക്രിസ്തുവിനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടോ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല. സത്യത്തിൽ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ മുഴുവൻ നിങ്ങൾ അടിയറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി പറയുന്നതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചു എന്ന് കരുതുക. അവിടെ നിങ്ങളുടെ ബോസ് ഉണ്ട്. ആ ബോസിന് വിധേയപ്പെട്ട ആ ബോസ് പറയുന്നതല്ല അനുസരിച്ച് നിന്നോളാന്ന് പറഞ്ഞ് നിങ്ങൾ ഓഫീസിൽ കയറിയപ്പോൾ നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതി വെച്ചു. എന്നിട്ട് ആ ബോസിനോട് നിങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ളവരോടൊക്കെ പറയുകയാണ്, ഇതാണ് കേട്ടോ എൻ്റെ ബോസ്, ഈ ബോസ് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും, അല്ലെങ്കിൽ ഈ ബോസ് പറയുന്നതാണ് ഞാൻ ഈ ഓഫീസിൽ അനുസരിക്കുന്നത്, ഇങ്ങനെ ഇദ്ദേഹമാണ് എൻ്റെ ബോസ്. ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്, അങ്ങ് എൻ്റെ ബോസാണ് കേട്ടോ, അങ്ങാണ് എൻ്റെ ബോസ്, അങ്ങ് പറയുന്നത് പോലെയാണ് ഞാൻ എല്ലാ കാര്യവും അനുസരിക്കുന്നത്. ഇതൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ബോസ് പറയുന്ന ഒന്നും നിങ്ങൾ അനുസരിക്കുകയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം അപകടകരമായൊരു അനുഭവമാണ്. അവിടെ പിന്നെ ജോലി തുടരാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ? ഇന്നെന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതല്ലേ? വിശുദ്ധ മാമോദീസായിലൂടെ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു, നിങ്ങൾ ഏറ്റുപറഞ്ഞു. പക്ഷേ യേശുക്രിസ്തു പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, എൻ്റെ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ, ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ ഞങ്ങൾ അനുസരിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറയുമായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നുണ്ടോ? ക്രിസ്തു പറയുന്ന എത്രയോ കൽപ്പനകൾ, ഒരു കൽപ്പന എടുക്കാം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും, അച്ഛാ ഞങ്ങൾ അയൽക്കാരും ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് പോകുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അയൽക്കാരോട് ഒരു ദേഷ്യമില്ല, ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ അതിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കണമെന്നല്ല യേശു പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. ആ നിന്നെപ്പോലെ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യപ്പെടണം. ആ വാക്ക് നമ്മൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ? അതില്ല. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കൽപ്പന ലംഘിച്ചിട്ടുണ്ട്. ക്രിസ്തു പറയുന്നുണ്ട്, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കണം. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ വെച്ചാൽ? ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അതൊന്നും നടക്കില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. യേശുക്രിസ്തു പറയുന്നുണ്ട്, നിന്നോടൊപ്പം ഒരു നാഴിക നടക്കാൻ ആഗ്രഹിക്കുന്നവനോടുകൂടെ നീ 2 നാഴിക നടക്കണം. അയ്യോ, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്രിസ്തു പറയാണ്, നിന്റെ കുപ്പായം എടുക്കാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുറംകുപ്പായം കൂടെ നീ വിട്ടുകൊടുക്കണം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തു പറയുന്ന അടുത്തൊരു വാക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നിന്നോട് വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറരുത്. അയ്യോ, അത് വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ്. അത് പ്രയാസമാണ്, അത് നടക്കില്ല. വായ്പ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരുന്നാൽ വായ്പക്കാർ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല. നമ്മൾ കാണുന്നവർക്കൊക്കെ വായ്പ കൊടുക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ആ ചൂഷണം ചെയ്യാൻ നമ്മുടെ വീട്ടിലെ ആൾക്കാരിങ്ങനെ ഒരുപാട് കയറിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു പറയുന്ന കൽപ്പനകളെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അതൊന്നും അനുസരിക്കുന്നൊന്നുമില്ല, അതൊന്നും പാലിക്കുന്നൊന്നുമില്ല. പക്ഷേ യേശുക്രിസ്തു കർത്താവാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ നമ്മൾ ബോർഡ് കട്ടളപ്പടിയിൽ ഒട്ടിച്ചു വെക്കും. എന്തുവാണ്? ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. വെറും നുണയാണ് നമ്മൾ പറഞ്ഞു കൂട്ടുന്നത്. യേശു ക്രിസ്തു നമ്മുടെ വീടിൻ്റെ നായകനായിട്ട് നമ്മൾ ക്രിസ്തുവിനെ ആക്കി വെച്ചിട്ടില്ല. നായകന്മാർ നമ്മളൊക്കെ തന്നെയാണ്, തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്കൊരു വീട് പണിയണം, ആരാണ് തീരുമാനമെടുക്കുന്നത്? നമ്മൾ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയണം? യേശു ക്രിസ്തുവിനൊന്നും അവിടെ റോളൊന്നുമില്ല. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിടണം, നമ്മളപ്പോൾ ആരാണ് തീരുമാനമെടുക്കുന്നത്? ഏത് കോഴ്സിനാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. യേശു ക്രിസ്തുവിനൊന്നും അവിടെ ഒരു റോളും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുഞ്ഞുകാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാകാനാണ് ആഗ്രഹം? ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്, ആരാകാനാണ് ആഗ്രഹം? അത് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? എൻ്റെ ദൈവം ഞാൻ ആരാകണമെന്ന് ആഗ്രഹിക്കുന്നോ അതാകാനാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു മറുപടിയൊക്കെ നമ്മൾ പറയാറുണ്ടോ? ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പദ്ധതി, അതാകാനാണ് എനിക്ക് ആഗ്രഹം. നമ്മളങ്ങനെ പറയാറില്ല. നമ്മുടെ മക്കളെ നമ്മളങ്ങനെ ട്രെയിൻ ചെയ്യിക്കാറുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഫ്ലെക്സിബിൾ ആകുന്ന ഒരു മനസ്ഥിതിയൊന്നും കുഞ്ഞുകാലം മുതൽ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക,
നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ ആരെങ്കിലുമൊക്കെ സ്കൂളിലോ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതുപോലെ ആകാനാണ് എൻ്റെ ആഗ്രഹം. അത് എനിക്ക് ഇപ്പോൾ വെളിപ്പെട്ടിട്ടില്ല, അത് എന്ന് വെളിപ്പെടുന്നുവോ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, അത് വെളിപ്പെടുമ്പോൾ ഞാൻ അതിനോട് വഴങ്ങിക്കൊടുക്കും. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ? ഇന്ന് ക്രിസ്തു നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുക, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, എപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കർത്താവിൻ്റെ സ്ഥാനം നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ജീവിത സാഹചര്യത്തിലോ നിങ്ങൾ അനുവദിച്ചു തന്നിട്ടില്ല. നിങ്ങളത് അനുവദിച്ചു തരാതെ നിങ്ങൾ നിങ്ങളുടെ സ്വമേധയാ ഉള്ള ജീവിതശൈലിയിൽ ജീവിക്കുന്നു. എന്നെ കർത്താവായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ അംഗീകരിച്ചു തരാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ യേശു കർത്താവാണെന്ന് പറയുന്നു, എന്നിട്ട് നിങ്ങൾ യേശുവിൻ്റെ ഇഷ്ടം നടപ്പാക്കുന്നുമില്ല? എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് പറഞ്ഞു തരാൻ പോവുക. നിങ്ങൾ അത് ചെയ്താൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും. നിങ്ങൾ ഇന്ന് ഈ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, ഒരു പേപ്പറും പേന എടുത്തിട്ട് ഈ വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനം നിങ്ങൾ ബൈബിളിൽ നോക്കി ആ വചനം ആദ്യം ആ പേപ്പറിൻ്റെ മുകളിൽ എഴുതുക. അതിങ്ങനെയാണ്, ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇതിങ്ങനെ തന്നെ നിങ്ങൾ ആ പേപ്പറിൻ്റെ മുകളിൽ എഴുതുക. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ബൈബിളിലും ആ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ താഴേക്ക് അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതണം. നിങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിളിച്ചിട്ട് നിങ്ങൾ യേശുക്രിസ്തു പറയുന്നത് അനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ന് നിങ്ങൾ പേപ്പർ എടുത്ത് ആ പേപ്പറിനകത്തോട്ട് വളരെ കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇരുന്ന് നന്നായി ചിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്രമാത്രം കപടഭക്തരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാണിക്കുന്ന ആത്മീയത വെറും ഷോ ആണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നില്ല എങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ വികലപ്പെടുത്തുന്നവരാണെന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ വായുകൊണ്ട് ഏറ്റുപറഞ്ഞതിനെ എതിർത്ത് ജീവിക്കുമ്പോൾ ആ കർത്തൃത്വത്തെ വൈകല്യപ്പെടുത്തുന്നവരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ക്രിസ്തു പറയാണ്, എൻ്റെ അടുക്കൽ വരികയും എൻ്റെ വചനം കേട്ട് അതിനെ പ്രമാണിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ ആരോട് തുല്യനാണ്? അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ആഴത്തിൽ കുഴിച്ച് പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. ആരാണ് അതിനോട് തുല്യൻ? കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നവൻ. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നതോടൊപ്പം ക്രിസ്തു പറയുന്ന ഓരോ വാക്കിനും വില കൊടുത്ത് അതിനെ അനുസരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. വലിയ ആഴത്തിൽ കുഴി കുഴിച്ചിട്ട് പാറയുടെ നല്ല ബേസ്മെൻ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വീട് പണിയുന്നവനാണ് അവൻ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇത് വളരെ ശക്തമായൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കാൻ അലസരാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതാൻ പോകുന്നത്. ക്രിസ്തു പറയുകയാണ്, അത് ബുദ്ധിയില്ലായ്മയാണ്. അത് എന്ത് റീസൺ പറഞ്ഞാലും, കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കാത്തതിന് എന്ത് റീസൺ നിങ്ങൾ പറഞ്ഞാലും ആ റീസൺ എല്ലാം ബുദ്ധിയില്ലായ്മയാണെന്ന് ക്രിസ്തു പറയാണ്. അടിസ്ഥാനമില്ലാത്ത വീട് പണിയലിന് തുല്യമാണ് നിങ്ങളുടെ ആ എക്സ്ക്യൂസസ് എന്നുള്ളത് ക്രിസ്തു ഇവിടെ തുറന്നു വെക്കുകയാണ്, പച്ചയ്ക്ക് തുറന്നു വെക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ എന്തൊക്കെയായിരിക്കും എഴുതാൻ പോകുന്നത്? ഒന്ന്, നിങ്ങൾ എഴുതാൻ പോകുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ല എന്നായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു കാര്യം. അതേ കർത്താവേ, ഞാൻ കർത്താവെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിൻ്റെ കൽപ്പന കൃത്യമായിട്ട് പാലിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെനിക്ക് എതിരാവും, എൻ്റെ ചുറ്റുപാടുകൾ എനിക്ക് എതിരാവും, എൻ്റെ മക്കൾ എനിക്ക് എതിരാവും. നിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ എൻ്റെ മക്കളെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് എതിരാവും, എൻ്റെ ഭാര്യ എനിക്ക് എതിരാവും. എൻ്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അനുഭവത്തിൽ എൻ്റെ പൈസ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് നീ പറയുന്നത് അനുസരിച്ചായി മാറിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കത്തില്ല.
ദൈവമേ എൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് എനിക്ക് ഇന്ന പ്ലാനൊക്കെ ഉണ്ട്, ആ പ്ലാനൊക്കെ നടപ്പാക്കാൻ വേണ്ടി ഞാൻ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശാണത്, ആ കാശ് നീ പറയുന്നത് പോലെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവേ അപ്പോൾ എൻ്റെ ആഗ്രഹമൊന്നും നടക്കത്തില്ലല്ലോ. ഇതൊക്കെയല്ലേ നിങ്ങൾ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ? വളരെ കാര്യമായിട്ടൊന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾ എഴുതിയാലും കർത്താവ് പറയാണ് അടിസ്ഥാനമില്ലാത്ത വീട് പണിയുന്ന അനുഭവമാണത്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ എതിർക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളെ കൃത്യമായി അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉള്ളവർ നിങ്ങളെ എതിർക്കും, നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ അവർ മാറ്റി നിർത്തും, നിങ്ങളെ അവർ വെറുക്കും, നിങ്ങളെക്കുറിച്ച് അവർ ഇങ്ങനെ പലതരത്തിലുള്ളത് പറയും. നിങ്ങളുടെ കുടുംബ കൂട്ടായ്മ, ഫാമിലിയിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടില്ലേ? അപ്പോൾ കൂടുന്ന സമയത്ത് നിങ്ങൾ വചനം അനുസരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ അവർ മാറി നിന്ന് നിങ്ങളെ ലക്ഷ്യം വെച്ച് കുറ്റപ്പെടുത്തും, നിങ്ങളെ അവർ കളിയാക്കും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവർ കളിയാക്കി നിങ്ങളോട് സംസാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അത് പലപ്പോഴും ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന സമയത്ത് ചുറ്റുപാടുകളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ ഇഷ്ടമല്ലാതെയാകും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കുടുംബാംഗങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലാതെയാകും. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഷോ ഓഫൊക്കെ കാണിച്ചെന്നിരിക്കും, പക്ഷെ ഹൃദയത്തിൽ നിങ്ങളോട് അടുക്കാൻ താല്പര്യമില്ലാതെയാകും അവർക്ക്. കാരണം എന്താ? നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രതിബദ്ധത പുലർത്തുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതേ സമയത്ത് എന്താ സംഭവിക്കാന്നറിയാമോ? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുകയും ചെയ്യും. ഒരു പുതിയ കുടുംബം രൂപപ്പെടും. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു പുതിയ കുടുംബം രൂപപ്പെടും അവിടെ. അപ്പം നിങ്ങളുടെ മാനം പോകുമെന്ന് ഭയപ്പെടേണ്ട, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നിങ്ങൾ ഒറ്റപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടത്തുള്ളൂ. നിങ്ങളെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ആരൊക്കെ നിങ്ങളോടെ കുറിച്ച് എന്ത് പറയുകയോ എന്ത് ചിന്തിക്കുകയോ ചെയ്താലും നിങ്ങളുടെ ഹൃദയത്തെ അതൊന്നും ബാധിക്കുകയേയില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി കളിയാക്കിയാൽ നിങ്ങളെ ബാധിക്കത്തില്ല. ഇന്നത്തെ മനുഷ്യജന്മങ്ങൾ അടിസ്ഥാനമില്ലാത്ത മനുഷ്യജന്മങ്ങളായതുകൊണ്ടാണ് അവർക്ക് സങ്കടങ്ങളും മുറിവുകളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ചെറിയൊരു ഒരാൾ നിങ്ങളൊന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ച് മനസ്സ് തളർന്നു പോവുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്ക്, നമ്മുടെ മക്കളുടെ അവരെ നോവിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങളാണ് നിസ്സാരമായിട്ട് അവരോട് നോ പറയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ ഈ നാളുകളിലൊക്കെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് തളർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽപ്പില്ലാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് അനുഭവങ്ങളോട് അവർക്ക് നെഞ്ചുറപ്പോടെ നിന്ന് പോരാടാൻ പറ്റാത്തത്? കാരണം അവരുടെ ജന്മം, അവരുടെ ക്യാരക്ടർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊന്നും പാറയുടെ അടിസ്ഥാനമില്ല. അതുകൊണ്ട് ഒരു കാറ്റങ്ങ് വരുമ്പോഴത്തേനും, ഒരു ചെറിയ ഇളക്കം ഉണ്ടാകുമ്പോഴത്തേനും കുലുങ്ങി മറിഞ്ഞ് വീണു പോകുന്നത് അതുകൊണ്ടാണ്. പാറയുടെ അടിസ്ഥാനമില്ല. നിങ്ങൾ വളരെ സെൻസിറ്റീവ്, ഇന്ന് എപ്പോഴും യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണല്ലോ വളരെ സെൻസിറ്റീവ് ക്യാരക്ടറാണെന്ന്. ഇന്ന് 90% ആൾക്കാരും സെൻസിറ്റീവ് ക്യാരക്ടേഴ്സാണ്. കുഞ്ഞുങ്ങളൊക്കെ, മക്കളൊക്കെ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ ഈ സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്ന അവസ്ഥ തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ്. സെൻസിറ്റീവ് എന്ന് പറയുന്നതിൻ്റെ സെൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നിസ്സാര വിഷയം വരുമ്പോഴത്തേന് ഹൃദയം തകർന്നു പോകുന്നു, മനസ്സ് ഇളകുന്നു, ചെറിയ വാക്കുകൾ പോലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ നാളുകൾ എത്രയോ ഫാമിലി പ്രോബ്ലംസ് ആണ് വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സെൻസിറ്റീവ് മൈൻഡുള്ള പെൺകുട്ടികൾ, അവർ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അമ്മായിയപ്പനും അമ്മായിയമ്മയും പറയുന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തെ നോവിക്കുകയാണ്. അവർക്ക് ഒട്ടും തന്നെ അതിനോട് ബലപ്പെടാനോ പൊരുത്തപ്പെടാനോ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഹൃദയം തകരുന്നു. അപ്പം സത്യത്തിൽ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിസ്സാരമായ കാര്യങ്ങളാണ്, അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അവർ പറയുന്ന അങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യമുള്ളൂ. അവർ കുറ്റപ്പെടുത്തിയാൽ ചിരിച്ചു തള്ളേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതൊക്കെ ഇവരുടെ ഹൃദയത്തെ പിടിച്ചങ്ങ് കുലുക്കിയിട്ട് ഉടനെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ജീവിതം ഉപേക്ഷിച്ച് പോകാനൊക്കെ ആഗ്രഹിക്കുകയാണ് അവർ. പ്രിയപ്പെട്ടവർ, എന്ത് ഇതിൻ്റെ ഒക്കെ റീസൺ? അവർക്ക് അടിത്തറയില്ല, അവർക്ക് ബേസ്മെൻ്റ് ഇല്ല. ബേസ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ, അടിത്തറ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്ന കർത്താവ് പറയുന്നത്? നിങ്ങൾ വചനം അനുസരിക്കണം. അനുസരണയില്ലാത്ത ഒരു വ്യക്തിക്കും അടിത്തറ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നത് തന്നെ ദൈവവചനത്തോടുള്ള അനുസരണയില്ലായ്മയുണ്ടാണ്. ദൈവവചനം അനുസരിക്കുന്ന വ്യക്തി പാറയിൽ പണിത വീട് പോലെ ഉറച്ചു നിൽക്കും, കരുത്തുള്ള വ്യക്തിയായിട്ട് നിൽക്കും.
നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന സ്വഭാവമുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു ക്യാരക്ടറുണ്ടോ? നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ ഫേസ് ചെയ്യാനുള്ള കരുത്തില്ലാത്ത ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ചറിയൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടിത്തറ ബലപ്പെട്ടതല്ല. ഈ അടുത്ത നാളുകളിൽ ഞാൻ കണ്ട 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിലൂടെ ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടു കാണുമല്ലോ. ഈ തിരുവല്ലായിൽ ഒരു ചെറുപ്പക്കാരൻ, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു സംഭവം. ആ മനുഷ്യൻ ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കപ്പെടുന്നതിന് മുൻപായിട്ട്, വീട്ടിൽ മരണാനന്തര ശുശ്രൂഷകൾ അച്ഛന്മാർ തുടങ്ങുന്നതിന് മുൻപായിട്ട്, ആ മകൻ്റെ അമ്മ, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ അമ്മ ആ മൃതശരീരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചു. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കാരണം കേരളം മുഴുവൻ കണ്ട ഒരു കാഴ്ചയാണത്. അവർ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു. ആ മരണത്തിൽ ആരും കരയരുത്, തളരരുത്. കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഹിതമാണ് അവൻ്റെ ജീവിതത്തിൽ നടപ്പായതെന്ന് പറഞ്ഞ് വളരെ ധൈര്യത്തോടെ, നെഞ്ചുറപ്പോടെ ആ സാഹചര്യത്തെ നേരിടുന്ന ഒരമ്മയെ നിങ്ങൾ കണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മകൻ്റെ മരണം പോലും, ആ മരണമെന്ന ഒരു ദുരന്തം പോലും അവരുടെ ജീവിതത്തെ തകർക്കാതെ അവർ ആ ധൈര്യപൂർവ്വം അനുഭവത്തെ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും ആ സഹോദരിയുമായിട്ട് അല്പനേരം സംസാരിക്കുകയും ഒക്കെ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായി. എനിക്ക് മനസ്സിലായത് പാറയിൽ അടിസ്ഥാനമിട്ടൊരു കുടുംബമാണ്. പാറയിൽ അടിസ്ഥാനമിട്ടു. 10 വർഷക്കാലത്തോളം തമ്പുരാൻ അവരെ നയിച്ചു, അവരെ ഒരുക്കി. ക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവം അവർക്ക് നൽകി. അങ്ങനെ ക്രിസ്തു എന്ന ആ വലിയൊരു പാറ അവരുടെ ഹൃദയത്തിൽ അടിസ്ഥാനപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവരുടെ ഉള്ളം ബലപ്പെട്ടു. അവർ വചനം ധ്യാനിച്ചു, വചനത്തിൻ്റെ വെളിച്ചങ്ങൾ അവർക്ക് ലഭിച്ചു, വചനം അവരുടെ ജീവിതത്തിൽ അവർ അനുസരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മകൻ്റെ മരണം വന്നപ്പോൾ പോലും കുലുങ്ങാതെ പാറമേൽ പണിത ഭവനം പോലെ നിൽക്കാൻ ക്രിസ്തു അവർക്ക് ബലം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും വ്യക്തിക്ക് മാത്രമായി ദൈവം സംവരണം ചെയ്തിട്ടുള്ള ഒരു അനുഭവമൊന്നുമല്ല. ഏതെങ്കിലും ചില സുവിശേഷകർക്കോ പ്രസംഗകർക്കോ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളതല്ല ഈ പാറമേൽ അടിസ്ഥാനപ്പെട്ട ജീവിതം. ഇത് നിങ്ങൾക്കും പ്രാപ്യമാണ്. നിങ്ങളത് പ്രാപ്യമാകണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കണം, അക്ഷരം പ്രതി അനുസരിക്കണം. അപ്പോൾ നിങ്ങൾ തളരില്ല. കുറ്റപ്പെടുത്തലുകൾ വന്നാൽ നിങ്ങൾ തളരില്ല. ആരെല്ലാം നിങ്ങളെ ചുറ്റും നിന്ന് ആക്രമിച്ചാലും അതിൻ്റെ നടുവിൽ ചിരിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ച് നിൽക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ അടുത്ത ദിവസം വേറൊരു വാർത്ത ഞാൻ കണ്ടു. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദുബായിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് വളരെ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ മകൻ മരിച്ചു. തൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. ഈ മകൻ്റെ മൃതശരീരം ദുബായിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ മൃതശരീരം സ്വീകരിച്ച ആ ഒരു നഴ്സ് പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ആ നഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, മരിച്ചു എന്നുള്ള വാർത്ത പറഞ്ഞപ്പോൾ പോലും 28 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, വചനം പറഞ്ഞുകൊണ്ട് ആ അനുഭവത്തെ ബലത്തോടുകൂടെ ഫേസ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അവർ തളർന്നില്ല, അവർ തകർന്നില്ല. ആ സംസ്കാര ശുശ്രൂഷയിലും പോയി പങ്കെടുക്കാൻ എനിക്ക് സാഹചര്യം ലഭിച്ചു ഈ അടുത്ത ദിവസങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടെന്നോ, ഇങ്ങനെ കുലുങ്ങാത്ത ചില ജീവിതങ്ങൾ ഇന്നുണ്ട്. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഈ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇത് ബോധ്യം വരുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ വേണമെങ്കിൽ കരയാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ അലമുറയിടാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ദൈവം ഞങ്ങളെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാമായിരുന്നു, അവരുടെ ഹൃദയം തളർന്നു പോകാമായിരുന്നു, അവർക്ക് വരെ അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നുമില്ല. വചനത്തിൽ കരുത്തുള്ളവരായിട്ട് അവർ നിൽക്കുകയാണ്. ഇത് ഈ 21-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 2018 സംഭവിച്ച, 2017 അവസാനത്തിലും 2018 സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പാറമേൽ അടിസ്ഥാനപ്പെട്ട വചനാനുസൃതമായ ഒരു ജീവിതം ഈ 21-ാം നൂറ്റാണ്ടിലും സാധ്യമാണ് എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് മുതൽ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല.
യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം വഹിക്കുന്നവനായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ക്രിസ്തുവിനായിരിക്കണം. ആ ക്രിസ്തുവിനെ നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിസ്സാരമായ ചലനങ്ങൾ പോലും ആ ദൈവത്തിൻ്റെ വചനത്തെ, കൽപ്പനകളെ കൃത്യതയോടെ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതമായിട്ട് മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വചനഭാഗം നിങ്ങളെ ക്രിസ്തുവാകുന്ന പാറമേൽ തീവ്രമായി ഉറയ്ക്കുവാനുള്ള ബലം നൽകുന്നതായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവന്റെ വചനങ്ങൾക്കായി സ്തോത്രം. നാഥ, ഞങ്ങൾ അങ്ങേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാവ് കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അങ്ങേ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിലും ഹൃദയത്തിൽ അങ്ങേക്ക് കർത്തൃത്വ സ്ഥാനം ഞങ്ങൾ ഇന്നേവരെ നൽകിയിട്ടില്ല. അത് ഒരു തിന്മയാണ്, പാപമാണ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് അടിസ്ഥാനമില്ലാതെ വീട് പണിയുന്നതിന് തുല്യമായ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാരക്ടർ സെൻസിറ്റീവായി പോകുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വചനമാകുന്ന ക്രിസ്തുവെ, അന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതം വളരെ കരുത്തുള്ളതായി മാറുവാൻ, ഹൃദയം ബലമുള്ളതായി മാറുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളുടെ അന്തരീക്ഷങ്ങളെല്ലാം അങ്ങയിലുള്ള വചനത്തിൻ്റെ ബലം പ്രകടിപ്പിക്കുവാനുള്ള കളരികളായി പരിണമിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പരിണമിപ്പിക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.